അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി എന്നതാണ് സാമൂഹ്യ പ്രവർത്തനായ ദിനു വെയിലാണ് പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസിലാണ് പരാതി. അടൂരിന്റെ പ്രസംഗം കുറ്റകൃത്യം എന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഇതൊരു നിയമപരമായ നിലയിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ ഇന്നലെ ഈ പരാമർശം ഉണ്ടാകുന്നതിന് പിന്നാലെ വലിയ തോതിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ അല്ലാതെയും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുമൊക്കെ വിമർശനങ്ങളാണ് വന്നതെങ്കിൽ ഇപ്പോൾ അത് ഒരു നിയമപരമായി തന്നെ അതിനെതിരെ രംഗത്ത് വരികയാണ് ആളുകൾ, അല്ലേ? ദിവിഷ്, സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവിന്റെ സമാപന ചടങ്ങിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ വിവാദ പ്രസ്താവന നടത്തിയത്. ഈ പ്രസംഗത്തിലെ ഈ വിവാദമായ പരാമർശം സംബന്ധിച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി അയച്ചിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകനായ ദിനു വെയിലാണ് ഈ പരാതി ഇമെയിലായിട്ട് അയച്ചിരിക്കുന്നത്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ അവർ ഈ പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഈ പരാമർശത്തിലൂടെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകുന്ന ഈ ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട ഈ പരാമർശത്തിലൂടെ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അപമാനിക്കുകയാണ്. മാത്രമല്ല അവരെ അഴിമതിക്കാരും കള്ളന്മാരുമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഇത് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പരാമർശമാണ്. സമൂഹത്തിൽ ആ വിഭാഗക്കാർക്കെതിരെ ഒരു അനിഷ്ടം വളർത്താൻ ഉതകുന്ന രീതിയിലുള്ള പരാമർശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പട്ടികജാതി പട്ടികവർഗ അട്രോസിറ്റി നിയമത്തിന്റെ സെക്ഷൻ ഇത് അട്രാക്ട് ചെയ്യുന്നതെന്നാണ് ദിനുവേൽ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ദിവിഷ് സൂചിപ്പിച്ചതുപോലെ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്കും കൂടെ കാര്യങ്ങൾ പോവുകയാണ്. നിയമസഭാ മന്ദിരത്തിൽ നടന്ന ചടങ്ങായതുകൊണ്ടാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി അയച്ചിരിക്കുന്നത്. ഇമെയിലായിട്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇനി പോലീസാണ് ഈ പ്രസംഗ ഭാഗങ്ങളൊക്കെ പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകേണ്ടത്.